ഹേ ക്രിഷ്, യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ 1 ലക്ഷം, 10 ലക്ഷം? ചുമ്മാ അരി ഞാൻ തന്നെ പറയാം. എന്നാ പറ. യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു? അത് ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ Q&A ഒക്കെ ഇടുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, എത്ര രൂപയാണ് യൂട്യൂബിൻ്റെ ഒരു സാലറി? കണ്ടിന്യൂസ് ഒക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പറയാനുള്ള ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ എല്ലാ മാസവും എമൗണ്ട് ത്രഷോൾഡ് ഫില്ലാവുന്ന ഒരു ചാനലല്ല ഇത്. കാരണം യൂഷ്വലി ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്കറിയാം ഷോർട്സ് വീഡിയോസാണ് ഇടുന്നത്. ഷോർട്ടിൻ്റെ കമ്പാരിറ്റീവ്ലി ഇൻകം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഷോർട്ടിൻ്റെ ഒരു റവന്യൂ ആണ് കൂടുതലും വരുന്നത്. മറ്റ് ലോങ് ടൈം വീഡിയോസ് അങ്ങനെ ഇടാറില്ല, വളരെ കുറവാണ് ഇടുന്നുണ്ടെങ്കിൽ പോലും. സോ ഞാൻ ഓർത്തത് എങ്ങനെ അത് റിവീൽ ചെയ്യണം എന്നുള്ളതിനകത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ, എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. ചില സൈറ്റുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരും. സോ അങ്ങനെ കുറച്ച് വീഡിയോസ്, അതായത് ഈ ചാനലിലുള്ള ടോപ്പ് 10 വീഡിയോസ്, ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള 10 വീഡിയോകളുടെ ഇങ്ങനെ യൂട്യൂബ് കാൽക്കുലേറ്റർ വെച്ച്, ഇൻകം കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിച്ച എമൗണ്ടും റിയാലിറ്റിയിൽ എനിക്ക് കിട്ടിയ എമൗണ്ടും എത്രയാണെന്നൊന്ന് കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. പാലക്കാടിന് ഇതൊക്കെ ഒരു ചൂടാണ്. ഇത് ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ വർഷം ചൂടിൻ്റെ ഒരു ടൈമിൽ ചെയ്ത ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഇതിൻ്റെ എത്രയാണ് ഇൻകം ആ സൈറ്റിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ $22 മുതൽ $48 വരെ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നതാണ്. ഏകദേശം ഒരു 1950 അറൗണ്ട് ആ ഒരു ഇന്ത്യൻ റുപ്പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000, ഞാൻ കുറഞ്ഞത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏകദേശം 2000 രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നാണ് ആ സൈറ്റ് പറയുന്നത്. നമുക്കിതിൻ്റെ റിയാലിറ്റി എത്രയാണെന്ന് കാണാം. ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് 426 രൂപയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ഷോർട്ടാണ്. എനിക്കൊന്ന് ആ സൈറ്റിൽ അതൊരു ലോങ് വീഡിയോ ഫോർമാറ്റിലുള്ള വീഡിയോസിനെ വെച്ചിട്ടൊരു കമ്പാരിസൺ ആയിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. സത്യഭാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടൈമിലൊരു ഭയങ്കര വിവാദ നായികയായ ഒരു ഇതാണ്. അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ ആയിട്ട് കാണിക്കുന്നത് $24 ആണ്. 24 മുതൽ $53 വരെ എന്നാണ്. ഏകദേശം 2258 രൂപ എക്സ്പെക്റ്റേഷൻ. അതായത് ഇപ്പോൾ ഒരു നോർമലി ഒരാൾ ആ ഒരു വീഡിയോയ്ക്ക് എത്ര കിട്ടിയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ റിയാലിറ്റിയിൽ കിട്ടിയത് 573 രൂപയാണ് ഇതിൻ്റെ റവന്യൂ. അതായത് നമ്മുടെ ചാനലിൽ കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 573 രൂപയാണ് വീഡിയോ കിട്ടിയത്. അടുത്ത വീഡിയോ ഇതിലും വലിയ ഗതി കെട്ടാനല്ല. ഇത് ആക്ച്വലി ഫ്രിഡ്ജ് സീരീസിനകത്തുള്ളൊരു ഫ്രിഡ്ജ് സീരീസിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു വീഡിയോ ആണ്. ഏകദേശം റവന്യൂ എന്ന് പറയുന്നത് $26 മുതൽ $57 വരെയാണ്. റിയാലിറ്റിയിൽ എത്രയാണ്? 483 രൂപയാണ് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത്. അടുത്തത് ആവേശം എന്ന് പറയുന്ന സിനിമ എങ്ങനെയായിരിക്കാം ഉണ്ടാക്കിയ എന്നുള്ള ഒരു ഫൺ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഇപ്പോഴും ഓടുന്ന ഒരു വീഡിയോകളിലൊന്നാണ് ഈ ഒരു ഇത് ആക്ച്വലി തുടക്ക സമയത്ത് അങ്ങനെ ഓടാതെ ഒരു കുറേ നാൾ കഴിഞ്ഞൊക്കെ ഒന്ന് ഓടിയ ഒരു വീഡിയോ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. $30 to $64 കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 2600 രൂപ മീൻസ് എക്സ്പെക്റ്റേഷൻ. റിയാലിറ്റി എന്ന് പറയുന്നത് 815 ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഈ 815 വന്നത് നമുക്ക് ആക്ച്വലി ഈ വീഡിയോ കുറേ ഓടി ഏകദേശം ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ട്രെയിൻ ആയിപ്പോയി. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇത് ഓടാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ലിറ്ററലി ഈ ഒരു എമൗണ്ട് വന്നത്. ആദ്യം ഇത് ആക്ച്വലി ഏതാണ്ട് 30 രൂപ അങ്ങനെ എന്തോ ആണ് കിടന്നിരുന്നത് കുറേ നാൾ. അതിനുശേഷം ഒരു ചെറിയൊരു വ്യൂവിലാണ് ആക്ച്വലി 815 രൂപയും കിട്ടിയത്. അടുത്തത് ഹിജാദ് ഭീഷണി. ഈ ഒരു വീഡിയോ നമ്മുടെ ഗോഡ് വേഴ്സസ് എന്ന് പറയുന്ന ഗോഡ് വേഴ്സസ് മാൻ സീരീസിലെ ഒരു കുട്ടിയും കൃഷ്ണനും കൊണ്ടുള്ളൊരു ഇതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ. എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറയുന്നത് $30 to $65. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 1000 രൂപ കിട്ടിയിട്ടുണ്ടാവും? ഇല്ല, 512 അത് കമ്പാരിറ്റീവ്ലി വ്യൂ പ്രകാരം മറ്റേതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എമൗണ്ട് വൈസ് മീൻസ് ആവേശത്തിനേക്കാൾ കൂടുതൽ വ്യൂ ഉണ്ട്. പക്ഷേ എമൗണ്ട് വൈസ് ആക്ച്വലി കുറവാണ് ഈ ഒരു വീഡിയോയ്ക്ക്. 518 ആണ്. അടുത്ത വീഡിയോ അംബാനിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് മലയാളികളുടെ ഒരു കല്യാണ രീതിയും മീൻസ് ചിലവാക്കുന്ന രീതിയും അംബാനിയുടെ കല്യാണത്തിന് അവർ ചിലവാക്കിയതും വെച്ചൊരു കമ്പാരിസൺ. ആക്ച്വലി ഒരു ട്രോളിനെ ബേസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയത്. ട്രോളിനെ ഞാനൊരു വീഡിയോ രൂപത്തിലാക്കിയതാണ്. അത് ആക്ച്വലി ഇപ്പോൾ ഇവിടെയും ഭയങ്കര ഒരു അത്യാവശ്യം നല്ല റീച്ച് മീൻസ് ഏകദേശം 9,64,000 ഏകദേശം 1 മില്യൺ അടുത്ത് വ്യൂ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 6 മില്യൺ
വ്യൂ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക്. ഭയങ്കര റീച്ചായിരുന്നു ആ ഒരു ടൈമിൽ. അതിൻ്റെ റവന്യൂ അവർ പറയുന്നത് ഏകദേശം $33 വരെ കിട്ടിയിട്ടുണ്ടാകുന്നതാണ്. 33 മുതൽ $72 വരെ കിട്ടുന്നത്. ഞാൻ ആക്ച്വലി അതിൻ്റെ മാക്സിമം നോക്കുന്ന പോലില്ല, നോക്കിക്കഴിഞ്ഞാൽ കോമഡിയാവും. ഇതിന് 948 ഏകദേശം 1000 വ്യൂവിന് ഏകദേശം $1 കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അത്രയും ഏകദേശം വന്നിട്ടുണ്ട് ഇതിന്. അടുത്തത് ആക്ച്വലി നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചാനൽ ആക്ച്വലി മോണിറ്റൈസ് ആകാനുള്ളൊരു കാരണങ്ങളിലൊന്ന് ഈ ഒരു വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഷോർട്ട് അല്ല, ഇതൊരു ലോങ് ഫോം വീഡിയോ ആണ്. പുഷ്പ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് പുഷ്പ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ടീസർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൺസെപ്റ്റ് ടീസർ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ ചില പടങ്ങളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഒരു കൺസെപ്റ്റ് ടീസർ ഉണ്ടാക്കി. ആക്ച്വലി അത് യൂട്യൂബിൻ്റെ അങ്ങനെ മീൻസ് എന്താണ്, മറ്റ് ആൾക്കാരുടെ വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ലെന്നാണ്, റിസ്ക് എടുത്ത് ചെയ്തതാണ്. ഈ വീഡിയോ വരുന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി ക്രൈറ്റീരിയ ഫില്ലാവുന്നത്. പക്ഷെ പിന്നീട് ഈ വീഡിയോ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടെന്ന് വെച്ചാൽ അത് കിട്ടുന്ന സമയത്ത് മീൻസ് ഈ വീഡിയോ ഇടുന്ന സമയത്ത് മോണിറ്റൈസ്ഡ് അല്ല ചാനൽ. ഇത് വന്നതിനൊക്കെ ശേഷമാണ് മോണിറ്റൈസ് ആകുന്നത്. അതുകൊണ്ട് ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കാരണമാണ്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 3349 ഇത്രയും കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് കിട്ടിയത് 1468. പക്ഷേ ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ 2.5 മില്യണും നമുക്ക് മോണിറ്റൈസ്ഡ് ഓൺ അല്ലായിരുന്നു. ഇത് 2.5 മില്യണൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ഇതിൻ്റെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ മോണിറ്റൈസേഷൻ ഓൺ ആയത്. അന്നേരം ഈ വീഡിയോ ഞാൻ ആക്ച്വലി മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, ഇതൊരു തേർഡ് പാർട്ടി ഇതായതുകൊണ്ട്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഓൺ ആക്കിയിട്ട് അങ്ങനെ വന്ന എമൗണ്ടാണ്. ബട്ട് കുറച്ചൊരു വ്യൂവിൽ തന്നെയാണ് ഈ 1400 കിട്ടിയത്. ഏകദേശം 2 ബില്യണൊക്കെ വ്യൂ ഉള്ള മീൻസ് ലിറ്ററലി അത് അങ്ങനെ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഈ പറയുന്ന പോലെ അത്രയും വ്യൂ ഒക്കെ മീൻസ് എമൗണ്ടൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും ഈ ഒരു ചാനലിൽ. ബട്ട് ഇതിൻ്റെ ഒരു സിനാരിയോ ടോട്ടലി വേറെ ആയിരുന്നു. ഇത് നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ വൈറൽ വീഡിയോകളിലൊന്നാണ്. ഫ്രിഡ്ജ് സീരീസിലെ ഇത് 2.6 മില്യൺ ആണ്. ഇത് ആക്ച്വലി ഷോർട്ട് വീഡിയോ ആണ്. ലോങ് വീഡിയോയിൽ 2.4 മില്യണും ഇത് 2.6 മില്യൺ ഷോർട്ടിലുമാണ്. തമ്മിലൊരു ഡിഫറൻസ്, അവിടെ ഒരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ആക്ച്വലി അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് $92 കിട്ടിയിട്ടുണ്ടാകുന്നതാണ്. നമുക്ക് നോക്കാം എത്ര ഡോളർ. ഇന്ത്യൻ റുപ്പിയിൽ ഏകദേശം 1500 രൂപയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. 2.6 മില്യൺ ആണ് ഇതിൻ്റെ വ്യൂവിന്. ഞാൻ ഏകദേശം ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടാകുന്ന, ഇത് ഇൻസ്റ്റയിലും ആയിക്കോട്ടെ യൂട്യൂബിലും ആയിക്കോട്ടെ, നമുക്ക് അത്യാവശ്യം ആൾക്കാർ നോക്കാനൊക്കെ തുടങ്ങുന്നത് ഈ ഒരു വീഡിയോ കൊണ്ടാണ്. ഇതിൻ്റെ സീരീസിലെ ആദ്യം ഞാൻ പറഞ്ഞ വീഡിയോ ആക്ച്വലി ഈ സീരീസിൻ്റെ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം ഇട്ട വീഡിയോ ആണ്. ഇതാണ് ആക്ച്വലി ഓൾമോസ്റ്റ് ഫസ്റ്റ്, ആ ഒരു സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് ഇൻസ്റ്റയിലും ഭയങ്കരമായിട്ട് വൈറലായിരുന്നു, ഇവിടെയും വൈറലാണ്. ഓൾമോസ്റ്റ് സെയിം വ്യൂ ആണ്. അവിടെയും ഏകദേശം 3 മില്യൺ അടുത്തുണ്ടായിരുന്നു, ഇവിടെയും ഏകദേശം 3 മില്യൺ അടുത്തുണ്ട്. പ്ലസ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഒരുപാട് 10Kക്ക് മുകളിലൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതാണ്. ഈ ഒരു വീഡിയോയും ഞങ്ങൾക്ക് ആക്ച്വലി ഈ ചാനലിൽ മറക്കാൻ പറ്റാത്ത വീഡിയോകളിലൊന്നാണ്. നിങ്ങൾ എത്ര പേര് ഈ ഒരു കോമഡി കണ്ടൻറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എത്ര പേർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഇത് ആക്ച്വലി ഇൻസ്പയർഡ്, ഒരു ഫ്രെയിം ഫോക്കസ് എന്ന് പറയുന്ന ഒരു ചാനലിനെ ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അതായത് റിയാലിറ്റിയിൽ ഇല്ലാത്ത VFXൻ്റെ ഒരു സീനിനകത്തുള്ള ഒരു സിനിമയിലെ ഒരു സീനിനകത്തുള്ള VFX പോർഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ലിറ്ററലി അങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത്, ബട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ എന്നൊരു രീതിയിൽ അതിനെ ചില എഡിറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിനെ റിവീൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇതിൻ്റെ ഷോർട്സിനകത്ത് പോപ്പുലറിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. ഇത് ഈ ചാനലിൽ ഏറ്റവും വ്യൂ കിട്ടിയ വീഡിയോകളിലൊന്നാണ്. ഈ 3 ഇതെന്ന് വെച്ചാൽ വിത്തിൻ കുറച്ച് ദിവസങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ ഇത്രയും ഇതൊക്കെ വരുന്നത്. ആ സമയത്ത് ഒരു ഭയങ്കര ട്രെൻഡായിരുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ചെയ്ത് നോക്കാം. മീൻസ് ഈ വൈറൽ വീഡിയോ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതാണ്. പിന്നീട് ഞാൻ ആ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചത്. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ പോകും, വേറെ ആളുടെ കണ്ടൻറ്റ് എടുത്തൊരു ഫീല് വന്നതുകൊണ്ട് ഞാനത് നിർത്തി. പക്ഷേ ഈ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. എനിക്കൊന്ന് ഫസ്റ്റ് 100K ലൈക്കൊക്കെ വന്ന വീഡിയോകളിലൊന്ന് ഇതാണ്. ഇതിന് $113 ഇതിൻ്റെ എസ്റ്റിമേറ്റഡ്, മീൻസ് എക്സ്പെക്റ്റേഷൻ. എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് 1986. കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ടിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത്യാവശ്യം നല്ല എമൗണ്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ 3.2 ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ ഷോർട്ടിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇത് അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ്. അടുത്തതും ഇത് തന്നെയാണ്. ഈ ഒരു വീഡിയോ ആണ് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ. ലിറ്ററലി പണ്ടത്തെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മളൊരു വീഡിയോ
പ്രോപ്പർലി വൈറൽ എന്ന് പറയുന്നത് 5 മില്യൺ എബോവ് ഉണ്ടെങ്കിലൊക്കെയാണ് ഒരു പ്രോപ്പർലി ഒരു വൈറൽ കണ്ടൻറ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതായിരുന്നു പ്രോപ്പർലി ഒരു വൈറൽ കണ്ടൻറ്റ്. അത് ആക്ച്വലി മുമ്പലത്തെ ഈ വീഡിയോ ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് റീച്ച് ആകുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു വേറെ ഓഡിയൻസ് ആണ്. ഇതിന് ഒരുപാട് ഓഡിയൻസ് വരികയും ചെയ്യും. സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു വിത്തിൻ ഇത്ര നാൾ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് കൂടിയതാണ്. പക്ഷേ കുഴപ്പം വെച്ചാൽ പിന്നീട് ഞാനത് ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ കാര്യം വേറൊരാളുടെ ഐഡിയ നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് വേണ്ട അങ്ങനെ ഒരു സംഭവം വന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റി മിസ്സാവുന്നു എന്ന് തോന്നിയൊരു സംഭവം, അങ്ങനെ ഒരു തോന്നലുണ്ടായതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തില്ല. ഇതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് $188 എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ 3581. ഈ ചാനലിൽ അത്യാവശ്യം എമൗണ്ട് കൂടുതൽ കിട്ടിയും വ്യൂവും പ്ലസ് എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതലുള്ള ഇതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ കമ്പാരിറ്റീവ്ലി ഞാൻ ചെറിയൊരു ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് വീഡിയോസ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, ഈ എമൗണ്ട് നമുക്ക് കിട്ടുന്നതും എമൗണ്ട് അങ്ങനെ വരുന്നുള്ളത് പല കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ 1 മില്യൺ ചിലപ്പോൾ നമുക്ക് 1000 രൂപ കിട്ടി. നെക്സ്റ്റ് 1 മില്യൺ 1000 രൂപ കിട്ടണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ 30 രൂപയായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 100. ഞാൻ ഷോർട്ടിൻ്റെ ഇതിലാണ് പറയുന്നത്. ഈവൻ മെയിൻ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ലോങ് വീഡിയോയിൽ 1 മില്യൺ ഇതടിച്ചു, നിങ്ങൾക്കൊരു 15,000 രൂപ കിട്ടിയെന്ന് വെക്കാം ഫോർ എക്സാമ്പിൾ. അത്ര ആയിരിക്കത്തില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു 15,000 കിട്ടി. നെക്സ്റ്റ് വീഡിയോ 1 മില്യൺ ആയി, ചിലപ്പോൾ 1000 രൂപ കിട്ടിയിട്ടുണ്ടാകും. അതിന് നമുക്ക് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെയാണ്. ഇത് വർക്ക് ചെയ്യുന്നത് ഒരുപാട് ക്രൈറ്റീരിയസിനെ ഇത് ആൾക്കാർ എത്ര നേരം ഇരുന്ന് കാണുന്നു, എവിടെ കാണുന്നു, എങ്ങനെയാണ് ആൾക്കാർ ഇതിനെ ആ ഒരു ആഡിനെ ആൾക്കാർ എങ്ങനെയാണ് എടുക്കുന്നതിനൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് എന്താണ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റവന്യൂ കിട്ടുന്നത്. അതായത് യൂട്യൂബിൻ്റെ ആഡ് റവന്യൂ ആണ് ഞാൻ പറയുന്നത്, അത് കിട്ടുന്നത്. സോ ഷോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ രീതി പറഞ്ഞാൽ ഇപ്പം മെയിൻ വീഡിയോ ആൻഡ് ഷോർട്ട്. മെയിൻ വീഡിയോയിൽ 1000 വ്യൂവിനെ വെച്ചിട്ടാണ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1000 വ്യൂവിന് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 50 രൂപയാണ് 1000. ഫോർ എക്സാമ്പിൾ വെറും എക്സാമ്പിളാണ്. 1000 വ്യൂവിന് 50 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ ഷോർട്ടിന് അത് ചിലപ്പോൾ 50 പൈസ ആയിരിക്കും. 1000 വ്യൂവിന് 50 പൈസ, അത്രയും ഡിഫറൻസ് ഉണ്ടാകും. ഇത്ര ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് വരും. ഇത് പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇത് വരുന്നത്. സോ ഏകദേശം ഈ ഒരു ചാനലിനെ സംബന്ധിച്ച് സ്ഥിരമായി അങ്ങനെ ത്രെഷോൾഡ് മീൻസ് $100 ഫില്ലാകുന്ന എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യുന്നതല്ല ഒരു ചാനലല്ല. ചില സമയത്ത് 1 മന്തിലും ആകുന്നുണ്ട്, മീൻസ് കണ്ടിന്യൂസ് 1 മന്തുകളിൽ ആയിട്ടുള്ളത് കൊണ്ട് ഒരു മന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് റവന്യൂ കയറിയിട്ടുള്ളതും ഉണ്ട്, ഉള്ള ടൈമും ഉണ്ട്. ഡിപ്പെൻഡാണ്, ബിക്കോസ് നമ്മളിടുന്ന വീഡിയോസ് ഷോർട്ട് ആയതുകൊണ്ടാണ്. സോ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് മീൻസ് എനിക്കൊന്ന് Q&Aയുടെ സമയത്ത് ഞാനിത് Q&Aയിൽ പറഞ്ഞില്ല. ആക്ച്വലി ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ സാധാരണ എല്ലാവരും ഇത്രയാണ് ഞങ്ങൾക്ക് ഏകദേശം ഇത്ര രൂപയാണ് കിട്ടുന്നതെന്ന് പറയുന്നു. അതിന് പകരം ഒരു കമ്പാരിസൺ വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ